ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാസ് സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നമ്മൾ വീണ്ടും ഉണ്ടാക്കട്ടെ. ആദ്യം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു പ്രഷർ കുക്കറിൽ ബീഫ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അല്പം വെള്ളം ചേർക്കുക. ശേഷം 4-5 വിസിൽ വരുന്നവരെ വേവിച്ച് മൃദുവായി പാകം ചെയ്യുക. ഇപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായ അല്പം ഉലുവ ചേർക്കാം. ഉലുവ അല്പം ബ്രൗൺ കളർ ആകുമ്പോൾ നല്ല സ്മെല്ല് വരും. ഈ സ്റ്റെപ്പാണ് കറിക്ക് സ്പെഷ്യൽ ഫ്ലേവർ നൽകുന്നത്. ഇത് നമുക്ക് തിന്നായി അരിഞ്ഞ് വെച്ച് ഉള്ളിയിടാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്ലോ ആയി നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഈ സ്റ്റേജാണ് കറിയുടെ സ്വീറ്റ്നെസ്സും ടേസ്റ്റും ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് കറിവേപ്പിലയും കുരുമുളകും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതാണ് കറിയുടെ പ്രധാന ഫ്ലേവർ പേസ്റ്റ്. ഒണിയനോടൊപ്പം തന്നെ നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളി നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫിൻ്റെ മസാല ആഡ് ചെയ്യാം. മസാല ചേർത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാം. മസാല കറുത്തു പോകാതിരിക്കാൻ കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. മസാല നന്നായി റോസ്റ്റ് ചെയ്യണം. പച്ചമണം പോകുന്നവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. മസാലയിൽ ഓയിൽ സെപ്പറേറ്റ് ആവുമെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം. മസാല ഒപ്പം നന്നായി മിക്സ് ചെയ്യണം. ബീഫ് മുഴുവൻ മസാലയിൽ കോട്ടാകണം. ലോ ഫ്ലെയിമിലിട്ട് 5-10 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്യാം. ഇത് ചോറിനും പൊറാട്ടയ്ക്കും ബെസ്റ്റ് കോംബോയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.